വിദേശ സന്ദർശനമൊക്കെ പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയിട്ടുണ്ട്. 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത്. നാഷണൽ ഡെസ്കിൽ നിന്ന് അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, ഈ പ്രധാനമന്ത്രി പ്രത്യേക ദൗത്യവുമായൊക്കെയാണ് 5 രാജ്യങ്ങളുടെ സന്ദർശനത്തിലേക്ക് പോയത്. പ്രത്യേകിച്ച് ഈ ഭിന്നിച്ചു നിൽക്കുന്ന 5 ഒരേ ആവശ്യങ്ങളും അല്ലെങ്കിൽ ഒരേ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന 5 രാജ്യങ്ങൾ. പക്ഷേ ഇനിയും കൃത്യമായി അവരുടെ ആ ഒരു അഭിപ്രായം ഏകീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ 5 രാഷ്ട്രങ്ങളുടെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നേട്ടം? സേതു, 5 രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. നമുക്കറിയാം, പ്രധാനമായും ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പോയത്. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിനൊപ്പം ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടി മോദിക്കുണ്ടായിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനിടെ ചില നിർണായക തീരുമാനങ്ങൾ ബ്രിക്സ് ഉച്ചകോടിയെ കൊണ്ട് എടുപ്പിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. അതിൽ പ്രധാനമായും ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പ്രധാനമായും ബ്രിക്സ് ഉച്ചകോടിയിൽ പഹൽഗാം ഭീകരാക്രമണം ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു എന്നുള്ളതാണ്. ബ്രിക്സ് ഉച്ചകോടിയിൽ ഭീകരവാദത്തെ, പ്രധാനമായും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ബ്രിക്സ് ഉച്ചകോടി വളരെ ശക്തമായ രീതിയിൽ അപലപിച്ചു. ഇതൊരു ഇന്ത്യയുടെ ഒരു നേട്ടമായി നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമായും 5 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സന്ദർശനത്തിന് ഇടയിൽ നടത്തിയത്. അതായത് പ്രധാനമായും ഘാന, ബ്രസീൽ, അർജന്റീന, നമീബിയ, ഒപ്പം തന്നെ ട്രിനിഡാഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും സന്ദർശിച്ചത്. ഏറ്റവും അവസാനം സന്ദർശിച്ചത് നമീബിയാണ്. ഇന്നലെ ആയിരുന്നു നമീബിയയിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളാണ് എത്തിയത്. അതിനുശേഷം വലിയ ചില തീരുമാനങ്ങൾ കൂടി പ്രധാനമന്ത്രി അവിടെ കൈക്കൊള്ളുകയുണ്ടായി. പ്രധാനമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ചില നടപടികൾക്കും തുടക്കമായിട്ടുണ്ട്. പ്രധാനമായും അതിലൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ UPI സംവിധാനം അവിടെ നമീബിയയിൽ നടപ്പാക്കാൻ കൂടി ഇന്നലെ ധാരണയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും സുരക്ഷ, പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളിലും സഹകരണം മെച്ചപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രസീലിലും വലിയ രീതിയിലുള്ള ചില നടപടികൾ, അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നടപടികളൊക്കെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നിലവിൽ ബ്രസീലുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം ഏതാണ്ട് $13 ബില്യൺ. അത് ഏതാണ്ട് $20 ബില്യൺ ഉയർത്താനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ അനീഷ്, വ്യക്തമാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലെ സന്ദർശനമൊക്കെ പൂർത്തിയാക്കി രാജ്യത്തേക്ക് തിരികെ വന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് അനീഷ് ചെറുവള്ളി.